വിദ്യാർത്ഥികളെ കയറ്റാനോ ഇറക്കാനോ വേണ്ടി സ്കൂൾ ബസുകൾ നിർത്തുമ്പോൾ ഹോൺ അടിച്ച് മുന്നോട്ട് പോകുക, ഹോൺ മുഴക്കി ഇടതുവശത്തിലൂടെ മുന്നോട്ട് പോകുക, പ്രത്യേക പരിചരണം ആവശ്യമില്ല, വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. ആൻസർ വരുന്നത് വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. ഒരു വാഹനം ഒരു ചെറിയ റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആർക്കാണ് മുൻഗണന നൽകേണ്ടത്? ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്, വലതു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്, പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും മുൻഗണന ആവശ്യമില്ല. ആൻസർ പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും. മോട്ടോർ വാഹനങ്ങളിൽ അനുവദനീയമായ ഹോൺ ഏതാണ്? എയർ ഹോൺ, മൾട്ടി ടോൺ ഹോൺ, ഇലക്ട്രിക് ഹോൺ, മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ വരുന്നത് ഇലക്ട്രിക് ഹോൺ. യാത്രക്കാരെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയിട്ട ബസിന്റെ പുറകിലാണ് നിങ്ങൾ. ക്ഷമയോടെ പുറകിൽ കാത്തു നിൽക്കുക, ഇടതുവശത്ത് നിന്ന് മറികടക്കുക, കാൽനട യാത്രക്കാരിൽ നിന്ന് മറികടക്കുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് ക്ഷമയോടെ പുറകിൽ കാത്തു നിൽക്കുക. വാഹനമോടിക്കുമ്പോൾ ഇന്ധനം ലാഭിക്കാൻ ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, കുറഞ്ഞ ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ കുറഞ്ഞ വേഗത, ഉയർന്ന ഗിയറുകളിൽ 45-65 km/h എന്ന ഏകീകൃത വേഗതയിൽ. ആൻസർ വരുന്നത് ഉയർന്ന ഗിയറുകളിൽ 45-65 km/h എന്ന ഏകീകൃത വേഗതയിൽ. നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രോ കാർബണുകൾ. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വെള്ളം. ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ. ആൻസർ വരുന്നത് ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. ഉയർന്ന ടോർക്കിനായി ഉപയോഗിക്കേണ്ട ഗിയർ. ഫസ്റ്റ് ഗിയർ, ടോപ്പ് ഗിയർ, സെക്കൻഡ് ഗിയർ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് ഫസ്റ്റ് ഗിയർ. അപകടത്തിൽ പെട്ടയാളെ ആരാണ് ചികിത്സിക്കേണ്ടത്? ഒരു സർക്കാർ ആശുപത്രി ഡോക്ടർ മാത്രം, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ, സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർ, മുകളിൽ പറഞ്ഞവർക്കെല്ലാം. ആൻസർ വരുന്നത് ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ. നിങ്ങളുടെ വാഹനം താഴേക്കുള്ള ഗ്രേഡിയന്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് പുറമെ ഡാഷ് ഗിയർ, ന്യൂട്രൽ ഗിയർ, ആദ്യ ഗിയർ, റിവേഴ്സ് ഗിയർ, ടോപ്പ് ഗിയർ. ആൻസർ വരുന്നത് റിവേഴ്സ് ഗിയർ ആണ്. സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടത് ഡ്രൈവർ മാത്രം, മുൻ സീറ്റ് യാത്രക്കാർ മാത്രം, മുൻവശത്തേക്ക് ഇരിക്കുന്ന മുഴുവൻ യാത്രക്കാരും. ആൻസർ വരുന്നത് മുൻവശത്തേക്ക് ഇരിക്കുന്ന മുഴുവൻ യാത്രക്കാരും. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് അടുത്തത്. ഒരു അപകടമുണ്ടായാൽ അടിയന്തര ആംബുലൻസ് തേടുന്നതിന് നിങ്ങൾ ഡയൽ ചെയ്യേണ്ട നമ്പർ ഏതാണ്? 108, 101, 100, 109. 108ലേക്കാണ് വിളിക്കേണ്ടത്. ചിത്രത്തിൽ കാണുന്ന സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെഡ്ലൈറ്റിൻ്റെ തെളിച്ചം കൂട്ടാൻ, ഹെഡ്ലൈറ്റ് ബീമിൻ്റെ ഉയരം ക്രമീകരിക്കാൻ, ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ, മങ്ങിയ തെളിച്ചം മാറ്റാൻ. ആൻസർ വരുന്നത് ഹെഡ്ലൈറ്റ് ബീമിൻ്റെ ഉയരം ക്രമീകരിക്കാൻ. ഒരു റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഗണന നൽകുന്നത്. ഒരു വാഹനത്തിനും മുൻഗണനയില്ല. റൗണ്ട് എബൌട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്, പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക്, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. ആൻസർ റൗണ്ട് എബൌട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്. ഗിവ് വേ ലൈനുകൾ ഡാഷ് ആണ്. ഇടവിട്ട ഒറ്റ ലൈൻ, തുടർച്ചയായ ഇരട്ട വരകൾ, തുടർച്ചയായ ഒറ്റ വര, ഇടവിട്ട ഇരട്ട വരകൾ. ആൻസർ വരുന്നത് ഇടവിട്ട ഇരട്ട വരകൾ. ചിത്രത്തിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു. ട്രാഫിക് ലൈനും ക്യാരേജ് വേയുടെ മധ്യവും, മുറിച്ചു കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ,
അപകടകരമായ മേഖല. ട്രാഫിക് ലൈനിലും കാരേജ് വേയുടെ മധ്യത്തിലുമാണ് ഇത്തരം സ്റ്റഡുകൾ കാണുന്നത്. റോഡ് സൈഡ് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ്. ആൻസർ വരുന്നത് മഞ്ഞ. സമർപ്പിത ബസ് പാതകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് അടയാളപ്പെടുത്തലിൻ്റെ നിറമേത്? പച്ച, മഞ്ഞ, വെള്ള, നീല. നീല നിറമാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു. കടന്നുപോകാൻ പാടില്ലാത്തതും പ്രധാനമായി റോഡിൻ്റെ ഇടത് അറ്റം നിർവചിക്കുന്നതുമായ ഒരു ലൈൻ, കാരേജ് വേയുടെ മധ്യഭാഗം, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. ആൻസർ വരുന്നത് കടന്നു പോകാൻ പാടില്ലാത്തതും പ്രധാനമായി റോഡിൻ്റെ ഇടത് അറ്റം നിർവചിക്കുന്നതുമായ ഒരു ലൈൻ. പച്ച നിറത്തിലുള്ള സ്റ്റഡുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, കാരേജ് വേയുടെ മധ്യഭാഗം, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. ആൻസർ ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. മഞ്ഞ നിറത്തിലുള്ള സ്റ്റഡുകൾ നോക്കാം. കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. 1ഉം 2ഉം ശരിയായ ഉത്തരമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഇവിടെ 1ഉം 2ഉം ശരിയായ ഉത്തരമാണ്.